അല്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നമ്മുടെ കേരളം എത്ര ഫുട്ബോളർമാർക്ക് ജന്മം നൽകിയ നാടാണ്. IM വിജയൻ, CV പാപ്പച്ചൻ, ജോപ്പോൾ അഞ്ചേരി, പിന്നെ ഇങ്ങനെ എത്ര നമ്മുടെ VP സത്യൻ, ഇങ്ങനെ എത്ര ഫുട്ബോളർമാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ നാട്. എന്നിട്ടിപ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ ISL ഇല്ലേ, ISL നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് മാറ്റി. എവിടത്തേക്കാണെന്ന് അറിയോ? ഹൈദരാബാദിലേക്ക്. കേരളത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റൂല. കലൂർ സ്റ്റേഡിയത്തിൽ ഇപ്പം ഇനി കളിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ഹോം ഗ്രൗണ്ട് പോലും മാറ്റേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയോ സാറേ? നമ്മളെ കേരളത്തിൻ്റെ ഫുട്ബോൾ അങ്ങ് പൂത്തുലയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെരുന്നുണ നമ്മളെ കേരളീയരെ പറഞ്ഞു പറ്റിച്ചില്ലേ ഒരു മരമുറിക്കാരൻ. എന്താ പറഞ്ഞത്? മെസ്സി വരും. മെസ്സി വരുമോ? മെസ്സി വരുമോ? മെസ്സി വരുമോ? മെസ്സി വരൂല കേട്ടാ. മെസ്സി വരൂല കേട്ടാ. കാരണം മെസ്സി വരണമെങ്കിൽ ഒരു ഗ്രൗണ്ട് കേരളത്തിലുണ്ടാ. ഗ്രൗണ്ട് നന്നാക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ മരമുറിക്കാരൻ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്. നാട്ടുകാരെ മുഴുവനും പറഞ്ഞു പറ്റിച്ചില്ലേ മെസ്സി വരും, മെസ്സി വരും. അങ്ങനെ നമ്മുടെ കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയാൻ വേണ്ടി നിശ്ചയിച്ചു. കാര്യങ്ങളെല്ലാം ഇങ്ങനെ മെല്ലെ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മെല്ലെ പോകുന്ന സമയത്ത്, സാറേ ഇത് കേൾക്കണം, ഈ കാര്യങ്ങളൊക്കെ മെല്ലെ പോകുന്ന സമയത്താണ് മെസ്സി വരൂല എന്ന കാര്യം ആർക്കറിയായിരുന്നു? നമ്മളെ മരമുറിക്കാരൻ അറിയായിരുന്നു മെസ്സി വരൂലെന്ന്. പക്ഷെ മരമുറിക്കാരൻ ഇത് നമ്മുടെ മുന്നിൽ പറയാതെ മറച്ചു വെച്ചു. കേൾക്കണം, ഇത് നമ്മുടെ 3.5 കോടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ മരമുറിക്കാരൻ മെസ്സി വരില്ല എന്ന അറിവ് മറച്ചു വെച്ച് നമ്മളോട് മെസ്സി വരും, മെസ്സി വരും എന്ന് പറഞ്ഞ് ഒരു കരാറിൽ വന്നു. ഏത്? നമ്മുടെ കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയാമെന്നൊരു കരാർ. എന്നിട്ട് പുതുക്കി പണിതു. അതും പകുതി പണിതോ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കേൾക്കണം, അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള അറിയാവുന്നൊരു പണി എന്താ സാറേ അറിയാവുന്ന പണി? മരം മുറിക്കുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമില്ലേ മരങ്ങളെല്ലാം നന്നായിട്ട് അങ്ങ് മുറിച്ചു മാറ്റി. അത് കൊണ്ടുപോയി. ഇപ്പം ചോദിക്കുമ്പോൾ മെസ്സി വരുമോ? മെസ്സി വരൂല കേട്ടാ. ഇനിയിപ്പോൾ ഈ മെസ്സി വരൂല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മളെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും തൃശ്ശൂരിലെയും മുഴുവൻ ഫുട്ബോൾ പ്രേമികർക്കും എന്തറിയാം? മെസ്സി വരൂല എന്നറിയാം. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് അത് ഹൈദരാബാദിലേക്ക് മാറ്റേണ്ടി വന്നതും ഇപ്പോൾ ആർക്കറിയാം? നാട്ടുകാർക്കറിയാം. അപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ചർച്ചയാവാൻ പാടില്ല. സാറെ കേൾക്കുന്നുണ്ടാ? അപ്പോൾ ഇത് ചർച്ചയാകാതിരിക്കണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? കേരളത്തിൽ ഏറ്റവും നല്ലത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ മരമുറിക്കാരനും അവരുടെ ചാനലും കൂടിയിട്ട് ഇവിടുത്തെ BJPയുടെ അധ്യക്ഷൻ്റെ പേരിൽ ഒരാരോപണം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കാര്യമായിരുന്നു. സുപ്രീം കോടതി അതൊരു കേസേ അല്ല എന്ന് പറഞ്ഞൊരു തള്ളിയ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. ആര്? നമ്മളെ ഈ മരമുറിക്കാരനും അവരുടെ ചാനലും. അപ്പോൾ ഇത് ചർച്ചയാവണം. ഏത് ചർച്ചയാവരുത്? 3.5 കോടി ജനങ്ങളെ പറ്റിച്ച് നമ്മുടെ ഫുട്ബോളിൻ്റെ ആ പാരമ്പര്യത്തെ തകർത്ത ഈ മരമുറിക്കാരനും അവൻ്റെ ചാനലിൻ്റെയും ഈ കാര്യവും ചർച്ചയാവാൻ പാടില്ല. അങ്ങനെ ചർച്ചയാവാതിരിക്കണമെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് BJPയുടെ കാര്യങ്ങളൊക്കെയാണ് എന്ന് വരുത്തി തീർത്തു നമ്മുടെ ഈ മരമുറിക്കാരനും അവരുടെ ചാനലും. പക്ഷേ സത്യം നമുക്ക് മനസ്സിലാവൂലേ? കേരളീയർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടാ. ഇപ്പം മെസ്സി വരൂല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു പുകമുറയൊക്കെ ഇട്ടിട്ട് ആർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സാറേ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി.